ഹേ ഗൈസ്, രാവിലെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വാചകടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു റീലിനെ കുറിച്ചാണ് കേട്ടോ. ചിലപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ്, തൊട്ടടുത്തിരിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും റീൽ ഷെയർ ചെയ്യും. അതിനെക്കുറിച്ച് ചിലപ്പോൾ ആഗോളതലത്തിൽ വരെ ഡിസ്കഷൻ നടത്തും. ചിലപ്പോൾ ഭയങ്കര ക്രിഞ്ചി ആയിട്ടുള്ള റീൽ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ ചിരിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾക്കിടയിൽ ക്രിഞ്ചിനെസ്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. പവർ കട്ട് ഉണ്ടാകുന്നത് പോലെയാണ് എൻ്റെ ഫേസിലുണ്ടായിരുന്ന ആ ചിരി ഓഫായി പോയത്. ഇതാണോ ഇനി മൂഡ് സിങ്സ്? ആക്ച്വലി ക്യാമറ ഓണാക്കി വെച്ചിട്ട് കുറേ സമയമായിരുന്നു. അത് ഞാൻ മറന്നു പോയിട്ടുണ്ട്. അത് പോട്ടെ. എനിവേ, വെൽക്കം ടു അഫ്സീസ് വേൾഡ്. ഇന്നെനിക്ക് ചെക്കപ്പിന് പോകാനുണ്ട്. ഇന്നലെ പോയതിൻ്റെ ഒരു ഫോളോ അപ്പാണ്. സ്കാൻ റിപ്പോർട്ടൊക്കെ ഇന്ന് വരും. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ വെള്ളം കുടിക്കുന്നത് കേട്ടോ. രാവിലെ എണീറ്റാൽ എനിക്കിങ്ങനെ വെള്ളം കുടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് പ്ലെയിൻ വാട്ടറാണ് കുടിക്കാറ്. സാധാരണ ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല കേട്ടോ. വെള്ളം കുടിക്കുമ്പോൾ വായക്ക് വല്ലാത്തൊരു കയ്പുണ്ട്. ഒരു പനി വരുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. രാവിലെ എണീറ്റപാടെ ഈ ഫോൺ തോണ്ടിയിരിക്കുന്ന സ്വഭാവം എനിക്ക് കുറേ കാലമായിട്ട് ഇല്ലായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുന്നതൊക്കെ നിർത്തിയതോടെ ആ ശീലവും പതുക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെനിക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. പക്ഷേ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയാട്ടോ ഞാൻ ആ കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ എണീറ്റപാടെ ഇന്നലെ ഇട്ട വീഡിയോസിന് വ്യൂസ് ഉണ്ടോ, എത്ര സബ്സ്ക്രൈബേഴ്സ് പുതിയത് വന്നു, അതൊക്കെ ഇങ്ങനെ നോക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വ്യൂസും കൂടുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സും കൂടുന്നുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ചിലർ എൻ്റെ വീഡിയോസ് ഇഷ്ടത്തോടെ കാണുന്നുണ്ടാവും, പക്ഷേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എനിക്ക് വ്യൂസും വാച്ച് അവറും കൂടുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും വലിയ സന്തോഷമാണ് കേട്ടോ ഈ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാകുമ്പോൾ. കാരണം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അവർ സബ്സ്ക്രൈബ് ചെയ്തത് എന്നൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഉണ്ടാവാറ്. നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല, പെട്ടെന്ന് റെഡി ആവണം. റെഡിയായി ഡോക്ടറെ അടുത്ത് കണ്ടിട്ട് എനിക്ക് ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് കയറാനുള്ളതാണ്. ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ടാക്സി ആപ്പ് വഴിയാണ് ഞാൻ ബുക്ക് ചെയ്യാറ്. അതിപ്പോൾ വരും. അപ്പോഴേക്ക് റെഡി ആവണം. ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. വലിയ ഒരുങ്ങലൊന്നുമില്ല. ആക്ച്വലി എനിക്കൊരു പനീൻ്റെ ഒരു മൂഡും കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നത്. ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഹോസ്പിറ്റലിൽ പോകാനുള്ള ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? നമ്മളെ ടാക്സി പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് പോവാം. ഓക്കെ. എന്തേടാ എന്ത് പറ്റി? ടാക്സി വെയിറ്റിംഗ് ആണ്. പുറകിലൊരാളുണ്ട് കേട്ടോ. അയാൾ ഇവിടുത്തെ പൂജക്കുട്ടിയാണ്. ടാക്സി വെയിറ്റിംഗ് ആണ് കേട്ടോ. നമുക്ക് പോവാം. ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. അവിടെ അടുത്ത് തന്നെയാണ്. എന്താ പറയുക, ഇപ്പോൾ ഒറ്റയ്ക്ക് പോയാലും സീനൊന്നുമില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അവിടെ ഒറ്റയ്ക്ക് ചെന്നാൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു സ്ഥലത്ത് വന്നിട്ട് നമ്മളിപ്പോൾ യു എയിലൊക്കെ എന്താ പറയുക, ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത് ബുദ്ധിമുട്ടല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കും. ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുന്നേ ഇങ്ങനെ അസുഖം ഉണ്ടല്ലോ. അപ്പോൾ എന്താ പറയുക, ഞാൻ ആദ്യം ചിന്തിച്ചത് അവിടെ എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാകുമോ, ഞാൻ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുക, അങ്ങനത്തെ പേടിക്ക് നല്ല പോലെ ഉണ്ടായിരുന്നു. എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഒരു പിടിയില്ലായിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈം എനിക്ക് ഇവിടെ വന്ന സമയത്തൊക്കെ ചെക്കപ്പിന് എനിക്ക് ഹോസ്പിറ്റലിലുള്ള ആരെങ്കിലുമൊക്കെ ഡ്യൂട്ടി ഇല്ലാത്ത ആരെങ്കിലുമൊക്കെ ആയിരുന്നു കൊണ്ടുപോകലും പിന്നെ ഡ്രോപ്പ് ചെയ്യലും ഒക്കെ. ഇപ്പം ഞാൻ പോയി എനിക്ക് ഇതന്നെയാണല്ലോ ഒരു പണി. ഹോസ്പിറ്റലിൽ പോവുക, ചെക്കപ്പ് ചെയ്യുക, എന്തെങ്കിലും പെയിൻ വരും, അവിടെ പെയിൻ ഇവിടെ പെയിൻ, അല്ലെങ്കിൽ എന്തെങ്കിലും തലകറക്കം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക പോലെ. പിന്നെ എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ആരെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് പോയിട്ടുണ്ട്. അല്ലാണ്ട് കുഴപ്പമില്ല. എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ള സിറ്റുവേഷൻ അത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യലാണ്. ഓക്കെ. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഡോക്ടറെ വെയിറ്റിംഗ് ആണ് കേട്ടോ. വെയിറ്റ് ചെയ്യാണ്. ഒരു 10 മിനിറ്റും കൂടി ഉണ്ട് അപ്പോയിൻമെന്റിന്. അപ്പോൾ വെയിറ്റ് ചെയ്യും. ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു അവിടെയൊക്കെ ചെറിയൊരു നീർക്കെട്ട് പോലെ ഉണ്ട്. അപ്പോ നോക്കാം. എന്നോട് പറഞ്ഞു മന്ത്ലി സെൽഫ് എക്സാമിനേഷൻ ചെയ്യാൻ, അത് കൂടി വരുന്നുണ്ടോ നോക്കാൻ. എന്നിട്ട് 6 മന്ത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ 6 മന്ത് കഴിഞ്ഞിട്ട് ഒരു ഫോളോ അപ്പിന് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. മനസ്സിലല്ലേ, ഞാൻ നല്ലോണം ക്ലിയർ ആക്കി പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഇനി അങ്ങോട്ട് സീൻ ആകെ മാറുകയാണ്. ഡോക്ടറെ അടുത്തുനിന്ന് സ്കാൻ റിപ്പോർട്ടിൻ്റെ കാര്യമൊക്കെ കേട്ട് ആകെ പുക പോയിരിക്കുന്ന എന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സങ്കടമുണ്ട്. ഉറക്കെ കരയണമെന്ന് തോന്നുന്നുണ്ട്. കരയാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചു കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പോയി. മനുഷ്യനല്ലേ, ഒരു വീക്ക് പോയിൻ്റ് എല്ലാവർക്കും ഉണ്ടാവും. എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ എന്നെയും താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ ആരുടെയും മേൽ ചായാൻ നോക്കുന്നില്ല, എന്നെ ചായ്ക്കാനും നോക്കുന്നില്ല. എന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടാക്കാണ്ട് കൊണ്ട് നടക്കാനാണ് എനിക്കിഷ്ടം.
ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇൻക്ലൂഡ് ആക്കണോ വേണ്ടയോ എന്ന്. പക്ഷേ എനിക്ക് തോന്നി എൻ്റെ വീക്ക് പോയിൻ്റ് ഞാൻ എന്നും ബോൾഡായിട്ടിരിക്കുന്ന എന്നെ മാത്രമല്ലേ എല്ലാവരും കണ്ടിട്ടുള്ളൂ. എനിക്കിങ്ങനെ പബ്ലിക്കിൽ കരയാനോ എൻ്റെ സങ്കടങ്ങൾ പബ്ലിക്കിൽ പറയാനോ വലിയ ഇഷ്ടമൊന്നുമില്ല. എത്ര സങ്കടം ഉണ്ടെങ്കിലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയതെന്ന് തന്നെ പറയാം. ഞാനൊരു വിചിത്ര ജീവിയാണ്. എനിക്ക് നല്ലപോലെ സങ്കടം മൂഡ് സ്വിങ്സൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല പോലെ വയറ് നിറച്ച് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങി കഴിക്കുക. അതെനിക്ക് നാട്ടിൽ നിന്നേ ഉള്ളതാണ്. കരഞ്ഞു മോങ്ങി വെറുതെ ഇങ്ങനെ ആ കാര്യത്തിൽ തന്നെ സ്റ്റക്കായി ഇരിക്കാതെ ആ കാര്യത്തിന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു മെത്തേഡാണിത്. നല്ലപോലെ ഫുഡ് കഴിക്കുക. അതും എന്തെങ്കിലും ഫുഡല്ല, നല്ല ഫുഡ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് വാങ്ങിയിട്ട് ഞാൻ കഴിക്കാറുണ്ട്. ആദ്യം ഞാൻ 2 നൈസ് പത്തിരി വാങ്ങിച്ചു, പിന്നെ അത് കഴിഞ്ഞ് ഒരു വെള്ളയപ്പം വാങ്ങിച്ചു, അത് കഴിഞ്ഞ് പിന്നെ പൊറോട്ട വാങ്ങി കഴിച്ചു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ എന്തോ ഫുഡിനോടുള്ള ദേഷ്യം തീർക്കുകയാണെന്ന്. എനിക്ക് ഫുഡിനോടുള്ള ദേഷ്യമൊന്നുമല്ല, എൻ്റെ സങ്കടങ്ങളോടുള്ള ദേഷ്യമാണ്. എത്ര ശ്രമിച്ചിട്ടും എവിടേക്കോ ഞാൻ തളർന്നു പോകുന്നുണ്ട്. അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഞാനൊരു ഫിനിക്സ് പക്ഷിയാണെന്നാണ് ഞാൻ സ്വയം വിശ്വസിക്കുന്നത്. ഐ വിൽ റൈസ് അസ് ഫ്രം ആഷസ്. ചാരത്തിൽ നിന്നും ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഉറപ്പാണത്. ഏതായാലും ഒരു ചായയും കൂടെ കുടിച്ച് തീറ്റ മത്സരത്തിന് വിരാമം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് പുതിയൊരു അവസ്ഥയെ കാണാം. ഫുഡൊക്കെ കഴിച്ചു, ഇനി പെട്ടെന്ന് റൂമിലേക്ക് പോകണം. ഫുഡ് വളരെ നല്ല ഫുഡാണ് കേട്ടോ. ഞാൻ കഴിക്കുമ്പം എന്തെങ്കിലും ഫുഡല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് ചൂസ് ചെയ്യാറ്. അങ്ങനെ സിക്കായിരിക്കുന്ന സമയമാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ടെൻഷനായിരിക്കുന്ന സമയമാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ പോരാ. ആ സമയത്താണ് എനിക്ക് നല്ല ഫുഡ് കിട്ടേണ്ടത്. ഇപ്പം എന്നെ ഒന്ന് നോക്കൂ, ഇതാ പുതിയൊരവസ്ഥ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇപ്പോൾ. ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ചിലർക്ക് ഇങ്ങനെ വിഷമങ്ങൾ ആരോടെങ്കിലുമൊക്കെ തുറന്നു പറഞ്ഞാൽ മാറുമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രശ്നങ്ങൾ എന്നും എൻ്റെ കൂടെ തന്നെ സ്റ്റക്കായി നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോഴത്തെ സാഹചര്യം മൂവ് ഓൺ ചെയ്യാൻ ഇത് തന്നെയാണ് ഏറ്റവും നല്ല പരിപാടി. നല്ല ഫുഡ് വാങ്ങി കഴിക്കുക, ഹീൽ ചെയ്യുക. അങ്ങനെ ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി ഒരു കറി പാഴ്സൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല മുട്ടക്കാട്ട വെയിലാണ്, ഒരു ടാക്സി കിട്ടണം. ഇത് റൂമിൽ പോകണം, റൂമിൽ നിന്ന് ഡ്യൂട്ടിക്ക് പോകണം. അതിനിടയ്ക്കൊന്ന് ലഞ്ച് ഉണ്ടാക്കണം. ലഞ്ചിന് വേണ്ടിയുള്ള കറി ഞാൻ വാങ്ങി. അതൊന്ന് ലഞ്ച് ചോറ് മാത്രം ഉണ്ടാക്കിയിട്ട് ഈ കറി കൂട്ടി കഴിക്കാൻ വിചാരിച്ചു. പോട്ടെ, ടാക്സി കിട്ടുമോ നോക്കട്ടെ. ഞാൻ ഫോൺ ഇവിടെ ഒരു മരത്തിന്റെ കൊമ്പിന്റെ ഇടയിൽ വെച്ചേക്കാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഡോക്ടറെ കാണിച്ചിട്ട് എന്താ പറഞ്ഞതെന്ന് ഞാൻ ഒന്നും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞുതരാം. സ്കാനിങ് റിപ്പോർട്ടിൽ ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു പ്രശ്നം ഇപ്പൊ ഉണ്ട്. എന്തോ ചെറിയൊരു ഇൻഫ്ലമേഷൻ പോലെ ഒരു ലീഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് ഇനി എല്ലാ മന്തും ഞാൻ സെൽഫായിട്ട് ചെക്കപ്പ് ചെയ്യണം. യൂട്യൂബിലുണ്ട് എങ്ങനെ സെൽഫ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞത്. ബ്രസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു എനിക്ക്. കുറെ ഹിസ്റ്ററി ഉണ്ട്. മുന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കി. ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇപ്പം റീസെന്റ് എനിക്ക് കറന്റ് എനിക്കൊരു ബ്രസ്റ്റ് പെയിൻ ആണ് മെയിൻ പ്രശ്നം. അത് ഹാൻഡിലൊക്കെ കണ്ട് അതുകൊണ്ട് ചെക്കപ്പ് നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. അതിന്റെ ഫോളോ അപ്പിന് പോയതാണ്. അപ്പോ എന്താണ് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ എല്ലാ മാസവും സെൽഫായിട്ട് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കുറച്ച് സ്റ്റോണി ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്ന ചെറിയൊരു തടിപ്പ് ഇപ്പം ടച്ച് ചെയ്താൽ തന്നെ അറിയാം. കുറച്ച് സിവിയർ ആവുക, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് വന്നാൽ മതി എന്നാ പറഞ്ഞത്. പിന്നെ ഇപ്പോഴത്തെ കേസിൽ വലിയ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ പെയിൻ ഉണ്ട്. പെയിൻ കുറഞ്ഞാൽ ഞാൻ ഓക്കെ ആവും. വണ്ടി പോകുന്ന സൗണ്ട് ഒക്കെ ഉണ്ട്, കേൾക്കുമെന്ന് അറിയില്ല. പിന്നെ അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വോയിസ് എൻഹാൻസിങ് ഉണ്ട്. പറ്റുവാണെങ്കിൽ അത് കുറച്ച് പേയ്മെന്റിലാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഈ നോയ്സ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എന്റെ വീഡിയോന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് എനിക്ക് റൂമിനകത്തുനിന്ന് മാത്രമേ ഉള്ളൂ നോയ്സ് ഒന്നും ഇല്ലാണ്ടൊന്ന് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ഒരു ചേഞ്ച് ചെയ്യാൻ പ്രതീക്ഷിച്ച് ചെയ്യുവാണെങ്കിൽ പോലും പുറത്തുള്ള കാറ്റ് സമ്മതിക്കില്ല, ഈ വണ്ടീന്റെ സൗണ്ട് ഒന്നും സമ്മതിക്കൂല. അതാണ് പ്രശ്നം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വോയിസ് എൻഹാൻസിങ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു. പക്ഷെ അത് ഫ്രീ ട്രയൽ ആയിരുന്നു. ഇനി പേയ്മെന്റിൽ ചെയ്യാനുണ്ട്. വേണമെങ്കിൽ ചെയ്യാം.
ഞാൻ നോക്കട്ടെ ട്രൈ ചെയ്യാൻ പറ്റും. ഇപ്പോ ടാക്സി ഒന്നും ഇതുവരെ വന്നില്ല. വരാൻ കുറച്ച് ടൈം എടുക്കും. നോക്കട്ടെ കേട്ടോ. വേഗം റൂമിൽ പോണം. എനിക്ക് ഇപ്പൊ എന്താ പറയാ, വല്ലാത്തൊരു ഒരു ഒരു നിപ്പ് കിട്ടാത്ത, എവിടെ എന്ത് ചെയ്തിട്ടും ഒരു സമാധാനം കിട്ടാത്ത ഒരു ടൈപ്പ് അവസ്ഥയാണ്. കിടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ശരിയാവും ഇൻഷാ അല്ലാ. ഇതുവരെ എന്റെ കൂടെ പഠിച്ചോണ്ടല്ലോ, ഇവിടെ നിന്ന് അങ്ങോട്ടും പഠിച്ചോ തന്നെയാണ് കൂടെ ഉണ്ടാവാൻ പോണത്. എല്ലാരും എന്നെ സ്നേഹിക്കുന്ന എല്ലാരും എനിക്ക് വേണ്ടി ദുആ ചെയ്യാ. ആരെയും പഠിച്ചോ ഇങ്ങനെ അസുഖങ്ങൾ തന്ന് ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ. ടാക്സി നോക്കട്ടെ കേട്ടോ. ഞാൻ രാവിലെ മെഡിസിൻ ഒന്നും കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലല്ലോ, അപ്പൊ മെഡിസിൻ ഒക്കെ കഴിക്കട്ടെ. ഓക്കെ. എനിക്കിപ്പോഴും പെയിൻ ഉണ്ട്. പെയിന്റെ മെഡിസിന് ചിലതൊക്കെ കഴിക്കുമ്പോൾ ഹോർമോൺസ് ഹൈഡ്രോഡൈനോമിക്സ് വരുന്നുണ്ട്. ഈ ഫ്രീ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ എങ്ങനെയാണെന്ന് നല്ല ഗ്യാസിന്റെ മെഡിസിൻ ഒക്കെ കഴിക്കുന്നത് പറഞ്ഞാൽ ഈ പെയിന്റെ മെഡിസിൻ കഴിക്കുന്നതിന്റെ കൂടെ ഗ്യാസിന്റെ മെഡിസിൻ തരില്ലേ, അപ്പൊ അതൊക്കെ കഴിക്കുമ്പോ ഹൈഡ്രോഡൈനോമിക് ഇഷ്യൂസ് വരും കേട്ടോ. ഇത് വേദന ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത്ര നല്ലതല്ല പെയിനിന്റെ ഗുളിക. എനിക്ക് മാക്സിമം പെയിനൊന്നും വരാതെ പനി പോലും വരാണ്ട് നോക്കുക, അത്രേ നിവർത്തിയുള്ളതാ. ഇനി ചോറുണ്ടാക്കണം, സമയമില്ല. ഇനി 1.5 hour നമ്മുടെ മുന്നിലുണ്ട്. പെട്ടെന്ന് പോകണം. ഇന്നലെ ലീവ് ആയതുകൊണ്ട് ചിലപ്പം ഇന്നലത്തെ പേഷ്യന്റിനെ ഇന്നത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇന്ന് റെസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ വേറൊരു കാര്യം, ഈ ഹിജാമയുടെയാണ് ലാസ്റ്റ് കമ്പാരിറ്റീവ്ലി നല്ല റഷ് ഉണ്ടാവും ബസ്സാണ് തേർഡ് ഡേ ലാസ്റ്റ്. അപ്പൊ അതിന്റെ റഷ് ഉണ്ടാവും. നോക്കാം. പിന്നെ വലിയ കുഴപ്പമൊന്നും ഇപ്പൊ ഇല്ല. ഇന്നലത്തെ കമ്പാരിറ്റീവ്ലി ഇന്നലെയല്ല മെനിയാന്ന് രാത്രി എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിൻ കേട്ടോ. ഇപ്പൊ അത്ര ഒന്നും ഉണ്ടായിരുന്നു. ചോറ് പെട്ടെന്ന് ഉണ്ടാക്കണം, കറി ഉണ്ടാക്കാനുള്ള സമയം ഇല്ലാത്തോണ്ട് ഞാൻ കറി വാങ്ങിട്ട് വന്നത്. പെട്ടെന്ന് ചോറ് ഉണ്ടാക്കിട്ട് പോവാം. ഇത് ഞാൻ പോകുന്നത് ആവുമായിരിക്കില്ലേ. എനിക്കാണെങ്കിലേ ഭയങ്കര ചൂടുള്ള ഫുഡ് എനിക്കിങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. ഭയങ്കര ചൂടുള്ള ഫുഡ് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഒരു മീഡിയം ചൂട് ഓക്കെയാണ്. ചിലർക്കൊക്കെ ചൂടുള്ള ചോറൊക്കെ ഇങ്ങനെ, ചൂടുള്ള ചായ പോലും എനിക്ക് കുടിച്ചാൽ സെറ്റ് ആവില്ല, കുടിക്കാൻ കഴിയില്ല കേട്ടോ. ഞാൻ കുടിക്കാറുമില്ല അങ്ങനെ. എനിക്ക് ചായ കുടിച്ച ഫീൽ കിട്ടണമെങ്കിൽ ഒരു മീഡിയം ചൂട്, ഒരു ലൈറ്റ് ചൂട്, അല്ലെങ്കിൽ തണുത്ത ചായ. എത്ര തണുത്ത ചായ ഞാൻ കുടിക്കും, എത്ര തണുത്ത വെള്ളവും, ചൂടായിട്ട് തണുത്തു പോയ വെള്ളവും ഞാൻ കുടിക്കും. തണുത്തു പോയ ഫുഡും ഞാൻ കഴിക്കും. പക്ഷെ ഓവർ ചൂടില് ഉണ്ടാക്കിയ ആ ചൂടുണ്ടാവില്ലേ, ആ ചൂടിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. എന്തായാലും ഇത് ഇവിടെ കിടന്ന് ആയിക്കോട്ടെ. അപ്പോഴേക്കും എനിക്ക് എന്റെ യൂണിഫോം ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, എന്നിട്ട് പോകാൻ വേണ്ടി നോക്കണം. ടൈമില്ല, ഒന്ന് ഫ്രഷ് ആണ്. ഓക്കെ, ഞാൻ റെഡിയായി. ഇതാണ് എന്റെ യൂണിഫോം കേട്ടോ. എനിക്ക് ഫുള്ള് കാണിക്കാൻ ആഗ്രഹമുണ്ട്, നടക്കൂല. എന്റെ സ്റ്റിക്ക് ഭയങ്കര സ്റ്റിഫാണ്. ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ എനിക്ക് കൈക്ക് നല്ല പ്രശ്നമാണ്, വേദന എടുക്കുന്ന ചില സമയത്തൊക്കെ. അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വലിക്കുന്ന സമയത്തൊക്കെ അത്രയ്ക്ക് സ്റ്റിഫായോണ്ട് കേട്ടോ. ഇത് ഞാൻ ചെറുതായിട്ട് അയൺ ബോക്സ് ചെയ്തതാ കേട്ടോ, ഒരു ഡിസൈൻ കണ്ടിട്ട്. പിന്നെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാണ്. എനിക്ക് വീഡിയോ ഇട്ടിട്ട് പോകാൻ ടൈമായി. ഇന്ന് നല്ല റഷ് ഡേ ആണ്. അറിയില്ല എന്റെ ഹെൽത്ത് എന്റെ കൂടെ നിൽക്കുമെന്ന് അറിയില്ല. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, നല്ലപോലെ മോങ്ങി ഫുഡ് കഴിക്കുന്ന സമയത്ത്. പിന്നെ എനിക്ക് എല്ലാവർക്കും ഉള്ളതാണൊക്കെ അറിയില്ല, എനിക്ക് നല്ലപോലെ ഫുഡ് കഴിച്ചതിന്റെ വിഷമം കുറച്ച് കുറയും. അതിന് വെച്ചാൽ ഞാൻ ഓക്കെയാണ്, ഹാപ്പിയാണ്. പെയിൻ ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മൈൻഡ് ഭയങ്കര സിക്ക് ആകുമ്പോൾ, വിഷമാകുമ്പോഴൊക്കെ ഞാൻ നല്ലപോലെ ഫുഡ് കഴിക്കും. പിന്നെ എനിക്ക് നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ. കരയാന് ചില സമയത്ത് എനിക്ക് ഒന്ന് കരഞ്ഞ ഒരു സുഖം കിട്ടുമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ നല്ല ബിരിയാണി ഒക്കെ വാങ്ങി, നാട്ടിലത്തെ പോലത്തെ ബിരിയാണി ഒക്കെ ഇവിടെ കിട്ടും, അപ്പൊ അങ്ങനത്തെ ബിരിയാണി ഓർഡർ ആക്കിയിട്ട് ഞാൻ കഴിക്കും. അതാണ് ഒരു മനസ്സുഖം സത്യം പറഞ്ഞ. അപ്പൊ എന്തെനിക്കറിയില്ല, അപ്പൊ നല്ല ടെൻഷൻ കുറയുന്ന പോലെ ഫീൽ ചെയ്യും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ
ഒരാളോട് പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആരോടെങ്കിലും ഒന്ന് ഷെയർ ആക്കിയാല് എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ ആരോടെങ്കിലും ഷെയർ ആക്കിയാൽ കുറയും. അങ്ങനെയൊന്നുമില്ല. ആ സമയത്ത് നമ്മള് അവരോടൊരു കഥ പറയുന്ന അവരത് കേൾക്കുന്നു അത്രേ ഉള്ളൂ. പക്ഷെ ആ പ്രശ്നം അത് അവിടെ തന്നെ നിൽക്കും. അതൊരു വിഷമാണെങ്കിൽ ആ വിഷമം അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ വേറൊരു സമയമാകുമ്പോൾ വീണ്ടും വരും. അപ്പൊ പിന്നെ നമ്മൾ വീണ്ടും കരയും. ഞാൻ അങ്ങനത്തെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്. അങ്ങനത്തെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് എന്റെ കാര്യം മൂവ് ഓൺ ആയി പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആണ് നല്ല ഫുഡ് വാങ്ങി ഇഷ്ടം പോലെ കഴിക്കുക. ചിലപ്പോ ഒരു ദിവസം ഫുൾ ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കുന്ന സമയമുണ്ട്. അത് നല്ല ഫുഡ്. ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാ. അതിന്റെ ഈ ആരോഗ്യം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. ഞാൻ വേറെ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടോ എന്തെങ്കിലും ഓർണമെന്റ്സ് വാങ്ങിയിട്ടോ അങ്ങനെയൊന്നും ഞാൻ പൈസ ചെലവാക്കാറില്ല. ആകെ ഫുഡിലാണ് എന്റെ കോൺസെൻട്രേഷൻ. അതാണ് എനിക്ക് ഹീലിംഗ് തരുന്നത്. അതാണ് എന്റെ ഹീലിംഗ് മെത്തേഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ആക്കി നോക്കാം. ഓക്കെ, എനിവേ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാണ്. ഇത് കൂടുതൽ നിൽക്കാൻ പറ്റില്ല, ടൈമില്ല, പെട്ടെന്ന് പോകണം. ഫുഡ് ഒന്ന് പാക്ക് ചെയ്യണം. ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറും പാർസൽ വാങ്ങിയ കറിയും പാക്ക് ചെയ്തിട്ട് വീട്ടിൽ പോവാണ്. അടുത്തിടെ പുതിയ വിശേഷമായിട്ട് വീഡിയോയിൽ കാണാം.